CET കില്ലർ ചിഹ്നഗ്രഹം ഭൂമിയിലിടിക്കുമോ? 1% സാധ്യതയാണ് ഗവേഷകർ ആദ്യം കൽപ്പിച്ചിരുന്നത്. 2032-ൽ IET നടന്നേക്കാം എന്നും ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ചിഹ്നഗ്രഹത്തെ കൂടുതൽ നിരീക്ഷിച്ച ഗവേഷകർ ആ സാധ്യത തള്ളി. എന്നാൽ ചന്ദ്രനിൽ ഇടിക്കാൻ നേരിയ സാധ്യതയുണ്ടെന്നായി വിലയിരുത്തൽ. ഈ ഘട്ടത്തിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞുനിന്നിരുന്ന 2024 YSR-4 എന്ന ചിഹ്നഗ്രഹം കാണാൻ എങ്ങനെയുണ്ടാകും? ആകാംക്ഷയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് ചിലിയിലെ ജെമിനി സൗത്ത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ YSR-4-ന്റെ 3D മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് വിദഗ്ധർ എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത കാലത്ത് ചന്ദ്രനിൽ ഇടിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള വസ്തുവാണ് ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2024 ഡിസംബർ 27-ന് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റമാണ് 2024 YSR-4-നെ ആദ്യം കണ്ടെത്തുന്നത്. ചിഹ്നഗ്രഹം അതിവേഗം ഭൂമിയോട് അടുക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. ഭൂമിയിൽ ഇത് വന്നിടിക്കാനുള്ള സാധ്യത 1% മാത്രമാണെന്ന് 2025 ജനുവരിയിൽ ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാണിംഗ് നെറ്റ്വർക്ക് കണ്ടെത്തി. തുടർന്നും നിരീക്ഷിച്ചതിൽ നിന്നാണ് ഭൂമിയിൽ ഇടിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമായത്. 30 മുതൽ 60 വരെ മീറ്ററാണ് ചിഹ്നഗ്രഹത്തിന്റെ വ്യാസമെന്ന് ദ ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞിരുന്നു. 20 മിനിറ്റിൽ ഒരു തവണ വീതമാണ് ചിഹ്നഗ്രഹം കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും വിദഗ്ധർ വിലയിരുത്തിയിരുന്നു.